നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ ഫ്ലൈറ്റും നമ്മളെ ക്യാബിൻ ക്രൂസ് പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ട്രൈക്കിലേക്ക് പോയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്നതിന്റെ ഇന്ന് അതായത് നമ്മളിപ്പോ 12 മണിക്ക് ശേഷം, അതായത് 3-4 മണിക്കൂർ മുന്നേ അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന ആ സമയങ്ങളിലാണ് അവര് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഈ അവർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നിയമവശമായ ഒരു കമ്പനിക്ക് 1-2 ദിവസം മുന്നേ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുത്തിട്ടാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ പാസഞ്ചർ നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് ഇൻഫോം ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അവര് ഡ്യൂട്ടിക്ക് വരാതെ, അതായത് അസുഖമാണെന്നുള്ള കാരണത്താൽ സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എയർപോർട്ടിൽ വരാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നത്തെ രാവിലത്തെ ഷാർജ മുതലുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലായി തുടങ്ങി. ഇപ്പൊ 1 by 1 ക്യാൻസലായി തുടങ്ങിയിട്ട് അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും എല്ലാ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ആയിട്ടുണ്ട്. അതിനുള്ള ഇപ്പം ഇതായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് മാക്സിമം കമ്പനികളിലേക്ക്, അതായത് പല ആൾക്കാർക്കും ജോലി സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള എനിക്കറിയാം. ഇപ്പൊ ഞാനും നിങ്ങളെപ്പോൾ തന്നെ ഒരാളെ ഈ കമ്പനി എന്താണ് പറയുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കമ്പനികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡിലേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാം. അതല്ല, അടുത്ത ദിവസങ്ങളിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ്സിലേക്കും നമ്മൾ എന്ത് ചെയ്യുക, റീഷെഡ്യൂൾ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ഓൾറെഡി അവർ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ലിസ്റ്റ്. അത് നിങ്ങളെ PNR നമ്പർ, കോൺടാക്ട് നമ്പറും കാര്യങ്ങൾ എഴുതി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസലേഷൻ ചെയ്ത ആർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതർ എയർലൈൻ എടുക്കണമെങ്കിൽ അതിന്റെ ഫുൾ റീഫണ്ട് നമ്മൾ തരുന്നുണ്ട്.